നന്മ ദൈവത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ്. ഒരു വ്യക്തിയുള്ള ദൈവത്തിൻ്റെ സത്താണ് അവനിലെ നന്മ. നമ്മുടെ പങ്കാളിയിലെയും മറ്റു വ്യക്തികളിലെയും ഈ നന്മയെ കണ്ടെത്തുകയും അതിനെ എടുത്തു പറയുകയും ചെയ്യുമ്പോൾ ഇരുളിൽ ഒരു പ്രകാശം തെളിച്ചതിന് സമാനമാകും. പ്രത്യേകിച്ച് ദമ്പതികളായ നാം ഇതിനായി ശ്രമിക്കുമ്പോൾ നമ്മുടെ ദാമ്പത്യം അനുഗ്രഹീതമായി തീരുകയും ഒപ്പം നമ്മുടെ സന്താനങ്ങളും അനുഗ്രഹീതരാകുന്നു. 28 വർഷമായി വിവാഹം കഴിഞ്ഞ ഒരു ദമ്പതിമാർ എൻ്റെ അടുത്ത് വരികയാണ്. അവർ രണ്ടുപേരും വളരെ വിജയാഹ്ലാദത്തോടെയാണ് വരുന്നത്. അവർ പറയാണ്, തീരുമാനിച്ചു, 28 വർഷമായിട്ടും ഞങ്ങൾ എന്നും അടിയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾ വിചാരിച്ചു ഇത് നടപ്പില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചു. ഒരു വലിയ സമാധാനമായി വന്നിരിക്കുക രണ്ടുപേരും. 3 കുട്ടികളുണ്ട്. പിന്നെ ഇനി എൻ്റെ അടുത്ത് എന്നിട്ട് പിന്നെ ഇനി എൻ്റെ അടുത്ത് വരേണ്ട എന്താ ആവശ്യം? അല്ല, ഒരാൾ പറഞ്ഞ് സാറിൻ്റെ അടുത്ത് വന്നൊരു ആശീർവാദം കൂടി മേടിച്ചിട്ട് ആ തീരുമാനം പൂർത്തിയാക്കാൻ ഇരിക്കി. അപ്പോൾ ഇരുന്നു. അപ്പോൾ എന്താ സാറ് പറയണത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഉടനെ ഉത്തരം കിട്ടുകയാണ്. 28 വർഷമായിട്ടും പൊതിരെ അടിച്ചു പിടിച്ചിട്ടും ഈ ബന്ധം പൊളിഞ്ഞില്ലെങ്കിൽ ഇനി ഇത് പൊളിയാൻ പോണില്ല. ഇതാ നമ്മുടെ തീർപ്പ്. ഇവരാകെ അന്തം വിട്ട മാതിരിയായി. ഇവരങ്ങ് ഉത്തരം. 28 വർഷമായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ബഹളുണ്ടാക്കിയിട്ടും പൊളിഞ്ഞില്ലല്ലോ, ഈ ബന്ധം വേർപെട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ശക്തമാണ് നിങ്ങളുടെ വിവാഹബന്ധം എന്നർത്ഥം. എന്താ സാർ അങ്ങനെ പറയണേ? ഇവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ മുഖമൊക്കെ അങ്ങ് ചുമന്നങ്ങ് വർത്താനം പറയാൻ തുടങ്ങി. അപ്പോഴേക്കും അവളതിന് കയറി പിടിച്ചുകൊണ്ട് അവളും പറഞ്ഞ് ഇയാളിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. രണ്ടുപേരും നല്ല ബഹളായി. അപ്പം ഞാൻ പറഞ്ഞു, നിർത്ത്. ഇനി നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ, ഈ ചാനൽ മാറ്റിയിട്ട് നിങ്ങളിൽ എന്തെങ്കിലും ഒരു നന്മ, ഭാര്യയ്ക്ക് എന്തെങ്കിലും ഭർത്താവിലൊരു നല്ല കാര്യമുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കി. എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഭർത്താവ് ഭാര്യയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടോ എന്നൊന്ന് നോക്ക്. ആകെ ഒരു പിടുത്തം കിട്ടലില്ല. ചിലർ പറയും എന്ത് നല്ല കാര്യം ഉണ്ടായിട്ടാ അയാൾ എന്നൊക്കെ പറയും. പക്ഷേ ഇതങ്ങ് ഒന്ന് സുല്ലായി. കുറച്ച് നേരത്തേക്ക് ഇവരാകെ അങ്ങൊരു മനസ്സിലൊരു അന്വേഷണമാണ്. എന്താണ് ഭർത്താവിലുള്ള നല്ല കാര്യം എന്ന് ഭാര്യ അന്വേഷിക്കണോ, ഭാര്യയിലുള്ള നല്ല കാര്യം എന്തെന്ന് ഭർത്താവ് അന്വേഷിക്കണോ. അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ സാവധാനം എന്തോ അകത്ത് പിടികിട്ടി. അത് മുഖത്ത് പ്രതിഫലിക്കണം. എന്നാലോചിച്ച് നോക്കി ആ അവസ്ഥ. ഈ വാശി വൈരാഗ്യവും മുഖത്തെ ചോപ്പൊക്കെ അങ്ങ് മാറിയിട്ട് ഒരു നല്ല പ്രകാശം. എന്നിട്ട് ഇങ്ങനെയൊക്കെ എൻ്റെ ഭർത്താവ് കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ നല്ല മനുഷ്യനാണ്. ഇദ്ദേഹം വളരെ കഠിനാധ്വാനിയാണ്. വളരെയധികം ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കി കൊണ്ടല്ലേ ഞങ്ങൾ ജീവിക്കണം. അല്ലെങ്കിൽ ഞാനും ഞങ്ങളുടെ 3 മക്കൾക്കും വേറെ എവിടെ നിന്നാ പൈസ? ഇതൊക്കെ കേട്ടപ്പോൾ ഈ ഭർത്താവ് ആകെ അന്തം വിട്ടിരിക്കുന്നത് എൻ്റെ ഭാര്യ തന്നെയാണോ ഈ പറയണേ? ഇത് നീ ഐ ആം ഹിയറിംഗ് ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാനിത് ആദ്യമായിട്ടാണല്ലോ ഇതിൽ നിന്ന് കേൾക്കണേ. 28 വർഷമായിട്ട് നീ ഒരിക്കൽ പോലും ഇത് പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ. അത് കഴിഞ്ഞ് ഇനി ഭർത്താവിൻ്റെ ഊഴമാണ്. ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം എന്ന് പറയും. ഭർത്താവ് പറയുകയാണ്, എൻ്റെ ഭാര്യ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇവൾക്ക് ജീവനാണ്. ഈ കുട്ടികളെ ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയായിട്ട് വരുള്ളൂ. ഇവളാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. വളരെ അച്ചടക്കത്തോടു കൂടി ഇതുപോലെ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തുന്നു. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചു. ഇത് ഇവർക്ക് പ്രത്യേക ഒരു കഴിവാണ്. ഇവളെ പ്രശംസിക്കേണ്ടത് തന്നെയാണ്. ഇത് കേട്ടപ്പോൾ ഈ ഭാര്യയുടെ അകത്ത് എന്തോ ഒരു വലിയൊരു ആനന്ദം. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയാം. ഇപ്പോഴേക്കും പതുക്കനെ കസേര ഒന്ന് അടുപ്പിച്ച്. ഇനി ഞാൻ പറഞ്ഞു, ഒരു നല്ല കാര്യം കൂടി പറയും, ഒരെണ്ണം കൂടി.
എന്തിനു പറയണു? 15-20 നിമിഷം കൊണ്ട് 10 കാര്യങ്ങൾ സൂപ്പർ ഹിറ്റ്, ഇതുപോലെയുള്ള അവരിലുള്ള വലിയ നന്മകൾ ഇങ്ങനെ ഓരോന്നോരോന്നും പുറത്തു വന്നു. ഇവരാകെ വികാരം കൊണ്ട് നിറഞ്ഞു, സ്നേഹം കൊണ്ട് നിറഞ്ഞു. അവർ അങ്ങ് കൺട്രോൾ വിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് എൻ്റെ മുമ്പിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങ് ഉമ്മ വയ്ക്കാൻ തുടങ്ങി. സ്നേഹത്തിൻ്റെ വശീകരണ ശക്തി നോക്കിയേ. എന്നിട്ട് അവർ പറയണം, അല്ല നമ്മൾ എന്തിനാ ഇങ്ങനെ തല്ലുപിടിച്ചത്, നമ്മൾ എന്തിനാ ഇങ്ങനെ പിരിയണേ, നമ്മളിൽ നന്മയല്ലേ ഉള്ളൂ. കണ്ടോ, ഇതാണ് എൻ്റെ കൗൺസിലിംഗ് മാരേജിൽ. ഈ അച്ഛന്മാരുടെ ലോഹയും കന്യാസ്ത്രീമാരുടെ വെള്ളക്കുപ്പായവും കണ്ടില്ലേ? എന്താ അതിൻ്റെ ഒരു പ്രശ്നമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു കറുത്ത പൊട്ടുണ്ടായാൽ ഈ വെള്ളക്കുപ്പായം കാണോ? എന്താ കാണുന്നത്? ഈ കറുത്ത പൊട്ടേ കാണുള്ളൂ, ഇല്ലേ? എന്നുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ആദ്യം കാണുന്നത് എന്താ? ഈ കറുത്ത പൊട്ട. എന്നാൽ ബാക്കിയുള്ള ഈ ലോഹം മുഴുവനും വെള്ളയാണ്, അത് കാണില്ല. അതെന്താ വെച്ചാ ഈ ഇറച്ചിക്കറി അച്ഛൻ്റെ അല്ല ഈ കറുത്ത പൊട്ട് ഇതാ കാണുള്ളൂ. എന്ന മാതിരിയാണ് നമ്മുടെ ഭാര്യയോടും നമ്മുടെ ഭർത്താവിനോടുമുള്ള സമീപനം. നമ്മുടെ മാനുഷികമായ സ്വഭാവം തിന്മയുടെ നേരെ ചാഞ്ഞു കിടക്കുകയാണ്. ആദ്യം നമ്മൾ ആ മറ്റു വ്യക്തിയിലുള്ളത് ശുഭം ഒരു കാര്യം ഉണ്ടാവില്ല. വീട്ടിൽ വന്നു കഴിയുമ്പോൾ അത് ഈ മേശപ്പുറത്ത് ഇതിങ്ങനെ വെച്ചേക്കണത്, എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് വെക്കണ്ടെന്ന്. അല്ല, അത് പിള്ളേരങ്ങനെ വെച്ചു പോയത്. ആ പിള്ളേർ വെച്ചു പോയത് നിങ്ങൾ നോക്കേണ്ടിയിരുന്നില്ലേ? അത് മതി, പൊട്ടിത്തെറിയായി ഇല്ലേ? എന്നാൽ ഈ പാവം രാവിലെ മുതൽ അവിടെ വൈകുന്നേരം വരെ ഇത്രയും അധ്വാനിച്ച് എന്തെല്ലാം നന്മ ചെയ്തിട്ടുണ്ട്. ഇത് വല്ലതും കണ്ടോ? ഇതൊന്നും കാണില്ല. ഈ ഒരു നിസാര ചെറിയ കാര്യം. നമ്മൾ വിവാഹ കൗൺസിലിംഗ് എന്നും പറഞ്ഞ് അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നും പറഞ്ഞ് ഭാര്യയും ഭർത്താവും ചെന്നിട്ട് ആദ്യം പറയുന്നത് ഭാര്യയുടെ കുറ്റവും ഭർത്താവിൻ്റെ കുറ്റവും പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ തിന്മ കൊണ്ട് തിന്മ മാറില്ല. എന്തുകൊണ്ടാണ് തിന്മ മാറുന്നത്? തിന്മയെ എങ്ങനെ മാറും? നന്മ കൊണ്ടാണ് തിന്മയെ അകറ്റേണ്ടത്. നമ്മളെല്ലാവരിലും ധാരാളം നന്മയുണ്ട്. 95% നന്മയാണ് നമ്മളിലുള്ളത്. മാമോദീസ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവമക്കളാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ നന്മയെ നമ്മൾ കാണണം. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. അന്യരിൽ നന്മ കാണാൻ കണ്ടു സന്തോഷിച്ചിടാൻ എന്നകക്കാമ്പീനങ്ങേ വെളിച്ചം തരേണമേ. ഇത് മാത്രം മതി. ഇങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. ഒരുപാട് കേസുകൾ. ചിലപ്പോൾ രണ്ടുപേരും വരില്ല. ചിലപ്പോൾ ഭാര്യ വന്നിട്ട് പറയും, ദേ എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് കുറേ കംപ്ലൈൻറ്റ്. ശരി, സമ്മതിച്ചു. എന്താ പോംവഴി? സാറ് വിളിച്ചൊന്ന് ഉപദേശിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഉപദേശിച്ചുകൊണ്ടൊന്നും കാര്യം മാറാൻ പോകുന്നില്ല. ഇതിനൊരു വഴി പറഞ്ഞുതരാം. ഇന്ന് രാത്രി ചെന്നിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരോട്, ഇയാളിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ? ഇപ്പോൾ ഈ ചേട്ടത്തി പറഞ്ഞത് 1 ഡസൻ പെസക ശരിയായിരിക്കാം, അതെല്ലാം ഉണ്ടായിരിക്കാം. ഒരു നല്ല കാര്യമുണ്ടോ? അത് കുറച്ച് അന്വേഷിച്ച് നടക്കണം, ആ സമയം എടുക്കുമ്പോൾ നമുക്കറിയാം. അവൻ പറഞ്ഞു, ഇന്നതൊക്കെ നല്ലതാണ്, ഇത് നല്ലതാണ്. എന്നാലേ ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഇന്ന് ചെന്നിട്ട് ഭർത്താവിനോട് ഇതങ്ങ് പറയും, നിങ്ങളിൽ കാര്യം ഇതൊക്കെ ആണെങ്കിലും കുറേ നല്ല കാര്യമുണ്ട്, ഇന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. അയ്യോ, അത് ഞാനെങ്ങനെ പറയണേ? മുഖത്ത് നോക്കി അത് പറയണം. അതിനാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറയണേ? ഇത് പറയണതിന് പ്രയാസമാണ്. പക്ഷേ നിങ്ങളെന്താ അങ്ങനെ ചെയ്തത്, അത് ഞാൻ എന്താ ഇത് പറയണതിനൊരു പ്രയാസമില്ല. ഇതാ നമ്മുടെ പ്രശ്നം. നമ്മൾ പറയുന്നതെല്ലാം ഈ കുറവുകളെ പറയുള്ളൂ, അല്ല നന്നാവാൻ വേണ്ടിയാ. പക്ഷേ നന്നാവാൻ വേണ്ടിയായാലും നമ്മൾ മറ്റുള്ളവരുടെ കുറവ് പറയുമ്പോൾ അതൊരു
അതൊരു കയ്പനുഭവം ഉണ്ടാവുന്നത്, ഒരു സ്വാദ്യമല്ലത്, അതിനൊരു മധുരമില്ല. എന്നാൽ അതുകൊണ്ട് ആ ആൾ നന്നാവേമില്ല. മറിച്ച് നന്മ ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആര് ചെയ്തതായാലും, ഭർത്താവ് ചെയ്ത നന്മയായാലും ഭാര്യ ചെയ്ത നന്മയായാലും, നന്മ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ദൈവത്തിൽ നിന്നാണ്. ഒരു വ്യക്തിയിലുള്ള ദൈവത്തിൻ്റെ സത്താണ് ആ നന്മ. ആ നന്മയെ നമ്മൾ കണ്ടെത്തുകയും അതിനെ പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇരുളിൽ ഒരു മെഴുകുതിരി കത്തിച്ചു. ഒരു ഇരുട്ടുമുറിയിൽ മെഴുകുതിരി കത്തിച്ചാൽ ഇരുട്ടിനെ നമ്മൾ കീഴടക്കി. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മെഴുകുതിരി ഇതാണ്. മറ്റുള്ളവരിലുള്ള നന്മ കണ്ടിട്ട് അത് പറയുക. ശരിക്കും അനുഭവമാണ്. ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പോയിട്ട് ഇതൊന്ന് പറയണം, എന്നിട്ട് നാളെ എന്നെ വന്ന് കാണണം, എന്താ ഉണ്ടായെന്ന്. ഇത് ഞാനൊരു വർക്ക്ഷോപ്പ്, ഇതൊരു ഹോംവർക്കായിട്ട് തരികയാണ്, കണിശമായിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം നോക്കിയിരിക്കുക ഇവൾ വരുന്നത് കാണാൻ. ഇവർ പോയി പറഞ്ഞു. പിറ്റേ ദിവസം ഉണ്ടല്ലോ, ഇവൾ ഭയങ്കര സന്തോഷത്തിൽ വന്നിരിക്കുക. എൻ്റെ ബ്രദറേ, ഈ ആളാകെ മാറിപ്പോയി. ഞാൻ ഈ കാര്യം പറഞ്ഞ വഴി ഇയാളുടെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ തമ്മിൽ കുറേ സമയം രാത്രി ഇരുന്ന് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ചാറ് ഇതിനകത്ത് ഇടപെടണ്ടാക്കി കാര്യം കഴിച്ചു. മറ്റൊരു കൂട്ടര് രണ്ടുപേരും പിരിയാനായിട്ടുള്ള തീരുമാനമെടുത്ത് വന്നിരിക്കുകയാണ്. അവർ പറയാണ്, ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ പിരിയണമാതിരി അല്ല ഈ ബന്ധം. ഇത് കർത്താവ് ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധമാണ്, നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന ബന്ധമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പിരിയാനും വേണ്ടിയുള്ളതല്ല. എന്താ സാർ അങ്ങനെ പറയണത്? അങ്ങനെയാണിത്. അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ പിരിയണേ? അപ്പോൾ ഈ പെണ്ണ് പറയാണ്, എനിക്ക് വേറൊരാളോടാ സ്നേഹം. അതിൻ്റെ അർത്ഥം എനിക്ക് ഇയാളോട് സ്നേഹമില്ല, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇയാളുടെ കൂടെ ജീവിക്കണേ? അതുകൊണ്ട് ഞാൻ പിരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ താനെന്താ പറയണത്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവൾക്ക് വേറെ എന്നോട് സ്നേഹമില്ല, പിന്നെ ഞാൻ അവളുടെ കൂടെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഞാൻ വേറെ വല്ലവരെയും നോക്കാം. ഇതാണ് മനുഷ്യൻ്റെ അന്ധത. അവിടെയും ഞാൻ അവിടെ പറഞ്ഞു, ശരി, ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഈ നിങ്ങൾ തമ്മിൽ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യം മുതലുണ്ടായ, ഏറ്റവും ആദ്യം നിങ്ങൾക്കുണ്ടായ നന്മകളെക്കുറിച്ച് പറയുക. അങ്ങനെ കുറേ നന്മകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഹൃദയം തുടിക്കാൻ തുടങ്ങി. അവർ പറയാണ്, അയ്യോ, നമ്മൾ എന്തിനാ പിരിയണേ? പിന്നെ അടുത്ത സ്റ്റെപ്പ് വേറൊരു ഹീലിംഗ് ആണ്. നമ്മുടെ വിവാഹ ജീവിതത്തിലുണ്ടായ മുറിവുകൾ, ഏറ്റവും ആദ്യത്തെ മുറിവ്, ഒരു പക്ഷേ വിവാഹ പന്തലിൽ വെച്ച് തന്നെ മുറിവുണ്ടായിട്ടുണ്ടാകാം. ഒരു പക്ഷേ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ ചില മുറിവുകൾ ഉണ്ടാകാം. പക്ഷെ അത് അകത്ത് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്ട്. പറഞ്ഞാൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പറയുന്നില്ല, അകത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും ഒരു ചേട്ടത്തി പറഞ്ഞതാ, എനിക്ക് കല്യാണത്തിൻ്റെ അന്ന് മുതൽ എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, എന്താ? ദൈവം തന്ന ഭർത്താവല്ലേ. ഓരോരുത്തർ ദൈവം ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ എ മാൻ ഈസ് ഹിസ് വൈഫ്. ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ എ വുമൺ ഈസ് ഹെർ ഹസ്ബൻഡ്. ദൈവം തരുന്ന ഏറ്റവും വലിയ ദാനമാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ അന്ന് മുതൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും കാരണം. അന്നൊരു കാരണം ഉണ്ടായി. എന്തുണ്ടായേ? ഉണ്ടായതിങ്ങനെയാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ, അതെങ്ങനെയാണ് എൻ്റെ റിലേഷൻ? ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയെന്ന് തോന്നണം. ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ. അപ്പോൾ ചെടുത്തിന്നല്ലേ? ചെടുത്തി എൻ്റെ അടുത്തൊരു ഗ്ലാസ് പാല് തന്നു. എന്നിട്ട് പറഞ്ഞ്, ഇത് കൊണ്ടുപോയി കൊടുക്കുന്നു പറഞ്ഞു. ആദ്യ രാത്രി. എന്നിട്ട് പറഞ്ഞു, അതെ, നീ എന്തിനാ ഇയാളെ കെട്ടാൻ പോയേ? ഇയാൾക്ക് ഈ ഹൃദയത്തിൻ്റെ വാൽവിന് രോഗമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെ? സാരില്ല, പോയിക്കോ.
പോയിക്കോ. എൻ്റെ കർത്താവ്, ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നിട്ട് ഇവളാകെ അന്താളിച്ചോ, ഇയാൾക്ക് ഹൃദയത്തിന് രോഗം, ഇയാളെ കെട്ടിയത് അബദ്ധമായി. അപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ 17 വർഷമായി. എന്നിട്ട് എന്തുണ്ടായി? ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇയാളെ? എനിക്കറിഞ്ഞൂടാ, അന്നും മുതൽ എനിക്ക് ഇയാളെ സ്നേഹമില്ല. ഇതാ, അപ്പോൾ ഇതിനാണ് ഈ സൗഖ്യം വേണമെന്ന് പറയുന്നത്. ഹീലിംഗ് ഇൻ റിലേഷൻഷിപ്പ്. നമ്മൾ അവരൂരൊക്കെ പറഞ്ഞത് കേട്ട് നമ്മളുടെ ജീവന തുല്യം സ്നേഹിക്കേണ്ട ഭർത്താവിനെയും ഭാര്യനെയും കുറിച്ച് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ആരെടുക്കുന്ന? വല്ലവരെടുക്കുന്ന കിട്ടുന്ന റിപ്പോർട്ടും വെച്ച് തലയിൽ വെച്ചുകൊണ്ട് നമ്മളിരിക്കുക. എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളും മറ്റുള്ളവരോട് പറയുക വല്ലതൊക്കെ നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച്. അപ്പോൾ ഇതെല്ലാം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പരസ്നേഹത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ്. ഇവിടെയെല്ലാം ദൈവം നമ്മൾക്ക് സൗഖ്യം നൽകും. അതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ അകറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അവിടെ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അവിടെ ഞാനുണ്ട് നിങ്ങൾക്ക് സമാധാനം നൽകാൻ, സഹായിക്കാൻ, നിങ്ങൾക്ക് സൗഖ്യപ്പെടുത്താൻ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ഒരു മനോഹരമായ, സന്തോഷകരമായ, ആനന്ദകരമായ ഒരു ജീവിതമാക്കാൻ. അങ്ങനെ ദൈവത്തിൻ്റെ സൗഖ്യദായക ശക്തി സ്ത്രീ പുരുഷ ബന്ധത്തിൽ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളെയും ഏറ്റവും എളുപ്പം സൗഖ്യപ്പെടുത്തും. എൻ്റെ അനുഭവം ഇതാണ്. ഈ 2 പേരൊന്ന് വന്നു കിട്ടിയാൽ മതി, അപ്പോഴേയും സൗഖ്യം തുടങ്ങി കഴിഞ്ഞു. കാരണം എന്താ? ദൈവം അതാണ് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ 2 പേർ ഒരുമയോടെ എന്ത് ചോദിച്ചാലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തരും. ഒരുമയോടെ. ഈ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള വലിയ ഒരു അഭിഷേകമാണ്. ഭാര്യയും ഭർത്താവും ഒരുമയോടെ ഒരാകാശങ്ങളിലിരിക്കുന്നു ചെല്ലാണെങ്കിൽ കുടുംബത്തിൽ വലിയ സമാധാനം ഉണ്ടാവും. മോളുടെ കല്യാണപ്രായമായി. എന്തായി ഇത്രയും നാളായിട്ടൊന്നും നോക്കാത്ത എന്താ? നീ നോക്കണ്ടല്ലോ, ഞാൻ ഒരാളെ നോക്കിയിട്ടുണ്ട്, അയാളെ കൊണ്ട് കെട്ടിക്കാം. അതാണ് എൻ്റെ ആളാണ്. അതെനിക്കിഷ്ടമല്ല, അതെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഇത് നടത്തി. ഞാൻ മുമ്പേ പറഞ്ഞേക്കണം, ഇത് നടത്തിയാൽ ശരിയാവില്ല. ഇല്ലില്ല, ഇത് തന്നെ നടത്തണം. എന്നാൽ നടത്തും, ശരി കാണട്ടെ, നടന്നു. ഇപ്പോൾ ഒരുമിച്ചിട്ടാണോ നടത്തിയത്? അപ്പോൾ ഓരോ ദിവസം പറയാം, ഞാൻ പണ്ടേ പറഞ്ഞിട്ട് ഇത് ചൊവ്വാവില്ലെന്നും ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇല്ലില്ല, അതൊക്കെ ശരിയാവും, അവർ നല്ല വീട്ടുകാരാണ്, അവരങ്ങനെയാണ്, അവർക്ക് ആ പാരമ്പര്യമുണ്ട്, അവർക്ക് ഇതുണ്ട്. നടന്ന് കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണ് തിരിച്ചു വരാണ് വീട്ടിലേക്ക് പെട്ടിയുമായിട്ട്. ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഇത് ശരിയാവില്ല. ഇയാൾക്ക് സന്തോഷം, ആർക്ക്? തന്തപ്പടിക്ക് അപ്പന് സന്തോഷം. എന്തുകൊണ്ടാണ്? ഞാൻ അന്നേ പറഞ്ഞതാണ് നടക്കില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇത് വിജയിക്കാഞ്ഞത്? ഇത് ഒരുമയില്ലാതെ ആരംഭിച്ചതാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭർത്താവും ഭാര്യയും ഒരു കൈയാണെങ്കിൽ അവരുടെ ജീവിതത്തെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരാൾക്കും, ഒരു ശക്തിക്കും. ഇത് നിങ്ങൾ ഓർക്കുക. നമ്മൾക്കുണ്ടായിരിക്കേണ്ട പ്രധാന ഒരു ശക്തി അതാണ്. അതിനുവേണ്ടി താഴണം, ബുദ്ധി ഉപയോഗിക്കണം, ജ്ഞാനം ഉപയോഗിക്കണം. വെറുതെ കുറേ വായത്തൊന്നും ഇത് പറഞ്ഞാൽ പോരാ, മിണ്ടാതിരിക്കാൻ മതി, കുറേ കാര്യങ്ങൾ താനേ നടന്നോളൂ. ദുഷ്ടനെ എതിർക്കരുത് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് റിയാക്ട്. എന്തെങ്കിലും കാര്യം ഒരാൾ പറയുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യരുത്, മിണ്ടാതിരിക്കുക. ഇത് ആദ്യം ഉണ്ടാകേണ്ട ഒരു വരമാണ്. എന്നിട്ട് കർത്താവേ അങ്ങയുടെ ജ്ഞാനത്തിലൂടെ നടത്തണേ. പ്രശ്നം ഒരുപാട് ഉണ്ടാവേണ്ടത് നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴാണ്, നമ്മൾ മിണ്ടുമ്പോഴാണ്. അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം പുറത്തു വരാൻ തുടങ്ങും, മുറിവിന് മേൽ മുറിവായിട്ട് മാറും. ഇപ്പോൾ നമ്മളുടെ കരിസ്മാറ്റിക് നവീകരണ ശൈലിയിലൂടെ നമ്മൾക്ക് ദാമ്പത്യ ജീവിതത്തിൻ്റെ
വിശുദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൻ്റെ ഐക്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഭർത്താവ് പ്രാർത്ഥിക്കാൻ വരില്ല, അല്ലെങ്കിൽ ഭാര്യ പ്രാർത്ഥിക്കാൻ വരില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ആ മുറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ വിജയിക്കും. സാവധാനം രണ്ടാമത്തെ ആളും വരാൻ തുടങ്ങും.